നമസ്കാരം. ഞാൻ നിങ്ങളുടെ സിനിമ കണ്ടു. ഞാനൊരു 19 വർഷമായിട്ട് IFFKക്ക് സ്ഥിരമായി വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഈ സെലക്റ്റഡ് ചിത്രങ്ങൾക്ക് മാത്രം സ്പേസ് ഉള്ള ഒന്നാണ് IFFK. പക്ഷേ ഈ വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം IFFKയുടെ ഭാഗമായിട്ട്. അപ്പം എനിക്ക് ഷോർട്ട് ഫിലിമിലൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാനന്ന് തിയേറ്ററിൽ കയറിയതും അവിടെ നിറഞ്ഞ സദസ്സിൽ നിങ്ങളുടെ കഥ ഞാൻ സിനിമ കാണുകയും ചെയ്തു. അത് എനിക്കൊരു വളരെ വ്യത്യസ്തമായ, കാരണം മലയാളത്തിൽ ദിവസം നൂറുകണക്കിന് ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ വളരെ സാധാരണമായിട്ടുള്ളൊരു വിഷയമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും പക്ഷേ അതിനുള്ളിൽ വലിയൊരു സന്ദേശം കൊണ്ടുവരുന്ന തരത്തിലേക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ഉറുമ്പിനെ നിങ്ങൾ കൊണ്ടുവരുന്നതോടെ ആ സിനിമയുടെ ഒരു തലം തന്നെ മാറിപ്പോകുന്നു. നമുക്ക് നോക്കുമ്പോൾ ഒരു പയ്യൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, അമ്മയുടെ സങ്കടം അല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെടുന്നവരുടെ സങ്കടം സ്വാഭാവികമായിട്ട് അനേകായിരം നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ അതല്ല. ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു എറുമ്പ് അതിൻ്റെ കുടുംബത്തിൽ നിന്ന് മകളോടും അമ്മയോടും യാത്ര പറഞ്ഞു വരുന്ന ഒരു ഉറുമ്പ് ഈ സംഭവത്തിൽ വന്നു പിടിക്കുകയും ആ ഉറുമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ആ സിനിമ ചെയ്യുമ്പോൾ അത് വലിയ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ രക്തം മനുഷ്യൻ കുടിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് ജാതിക്കും മതത്തിനും ഒക്കെ വേണ്ടി, വർഗത്തിനും ഒക്കെ വേണ്ടി അങ്ങനെ മൃഗീയമായ വാസന മനുഷ്യൻ കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അതിനിടയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ആ ഉറുമ്പിന് പ്രകൃതിയിൽ ആ ഒരു സന്ദേശം പകർന്നു തരാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ്. അതായത് ആ സാധനം എനിക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത്, ഏറ്റവും പ്രിയപ്പെട്ട മകളെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരം പോലും അത് ഉപേക്ഷിച്ചിട്ട് ഒരു അമ്മയുടെ കണ്ണീര്, ലോകത്തിലെ ഏറ്റവും വേദനയുള്ള കണ്ണീര് അമ്മയുടെ കണ്ണീരാണ്. ആ കണ്ണീരിനെ സംബന്ധിച്ച് വളരെ സുന്ദരമായി ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട് സിനിമ. മാത്രമല്ല അതിൻ്റെ അഭിനേതാക്കൾ യാതൊരു അതിഭാവുകത്വവും കൂടാതെ ചെയ്തിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വഴങ്ങും. വലിയ സിനിമ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നന്നായി പോട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. വളരെ നല്ല സന്ദേശം. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഉറുമ്പ് അഭിനയിക്കുക കൊടുക്കുമെന്നൊക്കെ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടായിരുന്നു. റിയലായിട്ട് അതുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു, റിയൽ മതി എന്നുള്ളത്. അപ്പോൾ അതിന് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ്. ഓക്കെ, സന്തോഷം. ഒത്തിരി സന്തോഷം. പരിചയപ്പെടാൻ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു.